ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈസൂർ പാലസ് വ്ലോഗ്. നമ്മളപ്പം മൈസൂർ പാലസിലോട്ട് യാത്ര തിരിച്ചു കേട്ടോ. എല്ലാവർക്കും മൈസൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മൈസൂർ പാലസ് തന്നെയാണ്. സ്കൂളിലും കോളേജിലും എവിടെ ട്രിപ്പ് വെച്ചാലും മാക്സിമം എല്ലാ ടൈമിലും മൈസൂർ പാലസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തായാലും മൈസൂർ പാലസ് വിസിറ്റ് ചെയ്തിരിക്കണമെന്ന് തോന്നി. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ് മൈസൂർ പാലസിലോട്ടുള്ള എൻ്റെ ട്രിപ്പ്. എനിക്കിവിടെ പ്രധാന ആകർഷണമായിട്ട് തോന്നി കൂടുതൽ ഈ കുതിര സവാരിയാണ് കേട്ടോ. കുറേ കുതിരകളൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്, ഇങ്ങനെ എവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മളിതേ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് അകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെയാണ്. അതായത് വള, മാല, കമ്മൽ, കുഞ്ഞു കുഞ്ഞ് നമുക്ക് ഈ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഫ്രണ്ട്സിനെ ഗിഫ്റ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പിള്ളേർക്ക് വേണ്ടിയുള്ള പി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴെനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടറായിട്ട് തോന്നി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും ഇത്. അപ്പം നമുക്കിനി ഇവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഒരാൾക്ക് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 റുപ്പീസാണ്. 120 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. അങ്ങനെ നമ്മൾ പാലസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എൻട്രൻസിൽ കയറുമ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു ആർട്ടാണ്. പിന്നെ ഒരു വിഷയം ഗാർഡൻ, അടിപൊളിയായിട്ടൊരു ഗാർഡൻ, ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ളൊരു നടക്കാൻ പറ്റുന്നൊരു നടപ്പാത. പിന്നെ നമുക്കിങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു രാത്രി ആയിരിക്കും ഇവിടെ നടക്കാൻ കാണാൻ കൂടുതൽ ഭംഗി, കാരണം ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് പഠിക്കുന്നതാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ കൊട്ടാരത്തിന് പണ്ടൊരു പേരുണ്ടായിരുന്നു കേട്ടോ. അംബാവിലാസ് എന്നാണ് ഈ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ വിളിച്ചിരുന്നത്. ഇതൊരു വാടയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ഒരു കൊട്ടാരം ആദ്യകാലങ്ങളിൽ കേട്ടോ. ഈ വാടയാർ രാജാക്കന്മാരുണ്ടല്ലോ, മൈസൂരിനെ കീഴടക്കണ സമയത്ത് തടി കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം ആദ്യം നിർമ്മിച്ചിരുന്നത്. മൈസൂർ ദസറയുടെ ഒരു പ്രധാന വേദിയും കൂടെയായിരുന്നു ഈ ഒരു കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ കൊട്ടാരം ഇവിടെ ആദ്യമായിട്ട് നിർമ്മിച്ചത് കേട്ടോ. ഒരുപാട് ടൈം ഈ ഒരു കെട്ടിടത്തിന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രാജവംശം ഭരിച്ചത്, അതായത് ഈ വാടയാർ രാജവംശം അറൗണ്ട് 400 വർഷമാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം ഭരിച്ചത്. ഈ ഒരു കാലഘട്ടത്തെ ഭരിച്ചിരുന്ന കാലഘട്ടം ഈ ഒരു ഗോൾഡൻ ഗോൾഡൻ സെഞ്ചുറി എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കാലത്തെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നമ്മൾ പാലസിനകത്ത് കയറിയില്ലെന്നല്ല, നമ്മളകത്ത് കയറി. എൻട്രൻസിൽ കയറുമ്പോൾ നമ്മുടെ ചപ്പലെല്ലാം ഇവിടുത്തെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു സൈഡിൽ നമ്മളെ ചപ്പലെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് അവിടെ വെക്കണം. ചപ്പലിട്ടുകൊണ്ട് നമുക്ക് പാലസിനകത്ത് എൻട്രൻസ് ഇല്ല. സോ നമ്മളെല്ലാവരും ഇവിടെ ഊരി വയ്ക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതിനകത്തോട്ട് കയറുകയാണ്. നമുക്ക് ഇവിടെ ഒരു വർഷം വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 15 lakhs ആണ് കേട്ടോ. 50 ലക്ഷം പേരാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി വരുന്നത്. നമുക്ക് നമ്മുടെ ബാഗ് ഇവിടെ ചെക്കിങ്ങിന് കൊടുക്കാനുണ്ട്. കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ബാഗ് മാത്രമേ വെച്ചുള്ളൂ ഗൈസ്. എൻ്റെ ഈ ഒരു ബാഗ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലസിനകത്ത് കയറി. പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. പാലസിൻ്റെ മിനിയേച്ചർ വേർഷൻ കണ്ടോ, നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അകത്തൂടെ ഒരു നടക്കാണ്. ബ്യൂട്ടിഫുൾ ഗൈസ്, ഭയങ്കര ഒരു അടിപൊളിയാട്ടോ. അടുത്ത് ചെന്ന് ഇറങ്ങുന്ന സ്ഥലം ഞാൻ കാണിക്കാവേ. എൻ്റെ ദൈവമേ, ഫുൾ ആർട്ട് വർക്കാണ്. ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച്. ഇന്ന് മേളിൽ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മയിൽ മോട്ടിഫിലുള്ള ചെറിയ സ്റ്റെയിൻ ഗ്ലാസ്സസ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറേ നല്ല പലതരം ഡിസൈൻസ് ഉള്ള ഒരു വോളാണ് കേട്ടോ അത്. എന്ത് ഭംഗിയല്ല, എല്ലാ വോളും അത്രയും റോയൽ ലുക്കാണ്. ഭയങ്കര എല്ലാ സൈഡ് നോക്കുമ്പോൾ ഫുള്ള് പെയിൻറ്റിങ്സ് ആണ്. അടുത്ത് ഈ കാണുന്ന ഗേറ്റ് വഴി നമുക്ക് അകത്തോട്ട് പോകാം. അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പം ഞാനും അകത്തോട്ട് പോകണം. സൈഡ് ഫുള്ള് പെയിൻറ്റിങ്സ് ആട്ടോ. അടുത്ത് ഇതുവഴി കയറി ചെല്ലുന്ന ഒരു ഹാളിലോട്ടാണ്. ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം. അതായത് അന്നത്തെ കാലത്തുള്ള കല്യാണങ്ങളുടെയൊക്കെ ഒരു മണ്ഡപമാണിത്. ബ്ലൂവും പിന്നെ ഈ ഒരു ഗോൾഡ് കളറാണ് ഇവിടുത്തെ എല്ലാ ഒരു നമ്മുടെ തൂണുകളുടെയൊക്കെ കളർ വരുന്നത്. പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ അറൗണ്ട് ഇത്രയും ഭംഗിയൊക്കെ എടുത്തതിൻ്റെ
ഒരു പിന്നിൽ 15 വർഷത്തെ സ്റ്റോറിയാണ് കേട്ടോ. ഇത്രയും ആക്കി തീർത്ത് 15 വർഷം എടുത്തിട്ടാണ്. അതെ, കണ്ടോ, അടിപൊളിയൊരു സ്ഥലമാണ്. നമ്മുടെ പാലസിൻ്റെ ഒരു പ്രൗഢി ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തറയാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ, ആർക്കും അകത്തോട്ട് എൻട്രി ഇല്ല. പോലീസുകാരുടെ ഫുൾ പ്രസൻസിനകത്തുണ്ട്, നമുക്ക് ആർക്കും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. സോ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താ പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ സൈഡ് ഫുള്ളും പെയിൻറ്റിങ് ആണ്. ഈ രണ്ട് സൈഡിലും നമ്മുടെ റോയൽ ഫാമിലിയുടെ പിക്ചേഴ്സാണ് കേട്ടോ, രണ്ട് സൈഡിലായിട്ടും ഫുള്ള് രാജകുടുംബ ഫോട്ടോസ് ഗൈസ്. ഇതാരാ? അടുത്ത് നമ്മൾ കയറി വേറൊരു ഹാളിലോട്ടാണ് കേട്ടോ. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും പെട്ടികൾ, മുത്തുപെട്ടികളെടുത്ത പെട്ടികൾ, രൂപങ്ങൾ, പിന്നെ പീരങ്കിയുടെ കുഞ്ഞു സാധനങ്ങൾ, ഇതൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഒരു റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളുടെ മാത്രം വെച്ചേക്കുന്ന ഒരു ഷെൽഫ് പോലെ വെച്ചുള്ള ഒരു റൂമാണ് ഈ ഒരു റൂം കേട്ടോ. എന്താണേലും ഞങ്ങൾ വന്നത് നല്ല ഒരു തിരക്ക് ഡേ ആണ് കേട്ടോ, ഭയങ്കര തിരക്കാട്ടോ ഇതിനകത്ത് ഫുൾ. ഇതാണ് രാജാവിൻ്റെ സിൽവർ ചെയർ ആണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ വെളിയിൽ വെച്ച് കണ്ട ആ ഒരു ഇതില്ലേ, ആ ഒരു ഹാളിൻ്റെ ഒരു അകത്ത് നോക്കുമ്പോഴും കാണാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ആ മയിൽപീലിയുടെയൊക്കെ അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് ആ ഒരു ലൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു സ്ട്രക്ചർ, ഈ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാനെന്തായാലും അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും ഞാൻ എടുക്കുകയാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കികളാണ് ഇത്. അവരുടെ കുറേ ശില്പങ്ങൾ ആണ്. ഗോൾഡൻ ഹൗദയാണ് കേട്ടോ അത്. ഈ ഒരു ഗോൾഡൻ ഹൗദ 750 kg ആണ് കേട്ടോ. ഇതിരിക്കുന്നത് ഭയങ്കര ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു ശില്പമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ശില്പം എന്തേ നിപ്പുണ്ട്. അടുത്ത് നമ്മുടെ കയറി വരുന്ന അടുത്ത നിലയാണ് കേട്ടോ, അടുത്ത ഫ്ലോറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പുറത്തുണ്ട്, ഇതിന്റെ ലൈറ്റ് കത്തുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നേരെ മുകളിലോട്ടാണ് അടുത്ത ഒരു ഇത് കാണിച്ചേക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് സ്റ്റാച്യു ഓഫ് കൃഷ്ണരാജ. ഇവിടെയും റെസ്ട്രിക്റ്റഡ് ഏരിയസ് ആണ്, നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ദർബാർ ഹാൾ. പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൽ ഫുൾ ആഡംബരം നിറഞ്ഞ ഈ ഒരു കൊത്തുപണികളും വാതിലുകളാണെങ്കിൽ ഫുള്ള് സിൽവറൊക്കെ വെച്ചിട്ടുള്ള വാതിലുകളും തൂണുകളും ഒക്കെ ആണ് കേട്ടോ. ഇൻറ്റീരിയർ ഫുള്ള് എല്ലാ ഒരു ഹാളിൻ്റെ പ്രധാന ആകർഷണമാണ് ആ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഫുള്ള് ഈ പ്രധാന ആകർഷണമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ, ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് ആൻഡ് ഗോൾഡ് കളറാണ്. പിന്നെ ഈ ഹാളിലെ ബാൽക്കണി നോക്കുമ്പോഴേക്കും നമ്മുടെ പരേഡ് ഹാള് കാണാം. ഈ പരേഡ് ഹാളിൽ നിന്നിട്ടാണ് രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നത്. ഈ ഓരോ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ രാജാവ് ഈ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ഫുള്ള് ഇവിടെ വെച്ചിട്ടാണ്. ഇതേ കണ്ടോ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഗേറ്റ് വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇവിടുത്തെ കൊട്ടാരവാസികളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് മാറിപ്പോകുന്നതും പിന്നെ ഈ ഒരു കൊട്ടാരത്തിനെ മ്യൂസിയം ആയിട്ട് മാറ്റുകയും ചെയ്യുന്നത് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. അതുമാത്രമല്ല, ഈ ഒരു കൊട്ടാരത്തിന് 3 നിലകളാണുള്ളത്. പക്ഷേ നമ്മളെ വിസിറ്റേഴ്സിന് അലോ ചെയ്തിരിക്കുന്ന ഒരേ ഒരു നിലയാണ്, അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോർ, ഇതിൻ്റെ ഈ ഫ്ലോർ മാത്രമാണ് നമുക്ക് അലോ ചെയ്തിരിക്കുന്നത്. കല്യാണ മണ്ഡപം, പിന്നെ ഫസ്റ്റ് ഹാളാണ് കല്യാണ മണ്ഡപം, പിന്നെ ദർബാർ ഹാൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ള ഹാൾസ് മാത്രമാണ്, ഇത് മാത്രമാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പണ്ടത്തെ ദർബാർ ലിഫ്റ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ലിഫ്റ്റാണ്. അത്രയും കാലപ്പഴക്കമുള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതായിരിക്കും, അതോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് പഴയ കാലത്തുള്ള ലിഫ്റ്റാണ്. ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത നമ്മൾ പോകുന്ന ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാളിലോട്ടാണ്. ഇത് ദർബാർ ഹൗസിൻ്റെ ഒരു മ്യൂസിക്കൽ ഒരു ഇതൊക്കെ നടക്കുന്ന ഒരു ഹാളാണ്. ഇതിൻ്റെ മുകളിലത്തെ ഇൻറ്റീരിയറൊക്കെ സ്റ്റാറാണ്. എനിക്കിതിന് വുഡായിരിക്കും, എനിക്ക് അതിന് വലിയ പിടുത്തില്ല. ഇതൊരു ബ്ലൂവും ഗോൾഡും കളർ വെച്ചിട്ടുള്ള ഒരു ഹാളാണ്.
അടിപൊളി, ഭയങ്കര രസമാട്ടോ. ഇവിടുത്തെ ഇതിനകം കാണാൻ ഒരു ഭയങ്കര ഒരു പ്രീമിയം ലുക്കാണ് ഇതിൻ്റെ ഒരു ഇതിലെന്താ പ്രൈവറ്റ് ദർബാർ ഹാളാണ്. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഹോൾ ഒക്കെ യൂസ്ഡ് അത്. ഇതിൻ്റെ മറ്റത് മെയിനായിട്ടുള്ളൊരു ദർബാർ ഹാളും ഇത് എനിക്ക് തോന്നുന്നു രാജവംശത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം ഈ ഒരു ഹാൾ. അപ്പോൾ കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും മറ്റത് അടുത്ത് കാണുന്ന ഇതൊരു സിൽവർ വോളാണേ. ഇത് ഫുൾ സിൽവറാണ്. സിൽവറിൽ ഇത് കൃഷ്ണൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, കൃഷ്ണൻ്റെ ഒരു രൂപം വെച്ചിട്ടുള്ള ഒരു സിൽവർ ഡോറാണ്. ഇപ്പുറത്തെ സൈഡിൽ അപ്പുറം ഇപ്പുറവും സിൽവർ ആട്ടോ, ഫുൾ സിൽവറാണ്. ഒരു ആർട്ടാട്ടോ, അതിലും ആർട്ടാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കോണിപ്പടി ഉണ്ട് കേട്ടോ. എനിക്കിതും ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. എന്തൊരു ഭംഗിയല്ല ഒരു സ്ട്രക്ചർ. അതായത് ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം അങ്ങനെ വെക്കാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ നല്ല രസമുള്ളൊരു സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നമ്മളിത് നേരെ താഴെ ഇറങ്ങാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ പാലസിൻ്റെ അകം ഫുള്ള് ചുറ്റി കണ്ടു. നമ്മൾ ഏറെക്കുറെ എല്ലാം കണ്ടു. നമ്മളിതേ പുറത്തിറങ്ങി. ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഈവനിങ് ഒരു 7 മണിയാകുമ്പോൾ ഇതിൽ ലൈറ്റ് ഇടും. അതും കൂടെ കണ്ടിട്ട് വേണം പുറത്ത് പോകാനെന്നാണ് ആഗ്രഹം. സോ ഞങ്ങളെല്ലാവരും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ്. ഈ കോസ്റ്റ്യൂം എന്തായാലും ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എന്തായാലും എടുക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ഒരു സൈഡിൽ കൂടെ വന്നിട്ട് വേറൊരു സൈഡിൽ കൂടെയാണ് തിരിച്ചിറങ്ങുന്നത്. നമുക്ക് പാലസ് ഫുള്ള് കാണാൻ ഉള്ള പ്രൊവിഷൻ ഇല്ല കേട്ടോ, കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വളരെ ചെറിയൊരു സൈഡും ബാക്കി ഗ്രൗണ്ടിലും കുറച്ചൊരു സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്. പിന്നെ നല്ല മരങ്ങൾ, നല്ല തണലൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയാണ് കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കും പിന്നെ ഒന്ന് നമ്മൾ അകത്ത് ഇത്രയും നടന്നിരിക്കില്ലേ, അപ്പം എല്ലാവർക്കും വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കടകളാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി വേൾഡ് വൈഡ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഈ പാലസ് കാണാൻ വേണ്ടിയിട്ട് വരുന്ന വിസിറ്റേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം പേരാണ് കേട്ടോ. 50 ലക്ഷം പേരാണ് ഈ ഒരു പാലസ് കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ച് 230 കോടി രൂപ ചിലവഴിച്ചിട്ടാട്ടോ. 230 ആ കാലഘട്ടത്താണ് 230 കോടി രൂപ. അപ്പോൾ ജസ്റ്റ് നിങ്ങളും ചിന്തിച്ച് നോക്കിയാൽ മതി, 230 കോടി ആ ഒരു കാലഘട്ടത്തായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പാലസ് നിർമ്മിക്കണമെങ്കിൽ എത്രമാത്രം ഫണ്ട് വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഈ പാലസിൽ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത് പുറത്ത് ചായ കുടിച്ചിട്ട് പിന്നെ രാത്രി വന്നിട്ട് ലൈറ്റിങ് കാണാനെന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ 120 റുപ്പീസാണ് ഇൻസൈഡ് അകത്ത് കയറാൻ വേണ്ടി. അതും മെയിൻ ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു ലൈറ്റ് 1 അവറെങ്കിലും കത്തിച്ചിട്ടിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറും 15 മിനിറ്റ് മാത്രമാണ് ഈ ഒരു നമ്മുടെ ലൈറ്റ് കാണാൻ പറ്റുന്ന ഒരു ടൈം. വെറും 15 മിനിറ്റ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് ഒരു മാക്സിമം 1 അവറെങ്കിലും. ഫൈനലി ലൈറ്റ് കത്തി. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് കേട്ടോ ഈ പുറത്ത് കാണുന്ന ഈ വാൾസിലൊക്കെ ലൈറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ അകത്തെ പാലസ് മാത്രമായിരിക്കും ലൈറ്റ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. പുറത്തുള്ള ലൈറ്റ് സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പാലസിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി. കാരണം അതിൻ്റെ അപ്പോൾ ദസറയുടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് ഓപ്പോസിറ്റാണ്, ഇതേ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതാണ് എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഫ്രണ്ട് എൻട്രൻസിൽ നല്ല ഭയങ്കര ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെയാണ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. നമ്മളിങ്ങനെ ഫസ്റ്റ് എൻട്രൻസിൽ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫ്ലവർ ബൊക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതുവഴി 2 സൈഡിലും നമുക്കിങ്ങനെ ആൾക്കാർക്ക് അകത്തോട്ട് പോകത്തക്ക രീതിയിൽ കുറേ ഏഞ്ചൽസൊക്കെ ഇങ്ങനെ ഒരു മറ്റേ ഫ്ലൂട്ട് പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ് കാണാൻ പറ്റുന്നത്. അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന പലതരത്തിലുള്ള ഗിഫ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചപ്പിൾസ് അങ്ങനത്തെ ഓരോ സ്റ്റോൾ ഇവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് ഞങ്ങളിവിടെ
ഫുഡ് ജസ്റ്റ് അല്ല സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. കാരണം നല്ല ലേറ്റായി. ഇനി നാളെയും കൂടെ മീൻസ് ഇറങ്ങണം. നാളെ കുറച്ച് സ്ഥലമൊക്കെ പോകാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഡേ ഇങ്ങനെ ഇവിടെ കഴിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.